ജീവിതത്തിന്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും, നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും, യേശുവിന്റെ ഒരു വാക്കിന് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരിയധികം അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവിടെ നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രത്യേകിച്ച് അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ഡനങ്ങളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്നറിയിപ്പിൻ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശു കർത്താവിൻ്റെ അടുക്കൽ യോഹന്നാന്റെ ശിഷ്യന്മാർ വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്: വരുവാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ മറ്റൊരുത്തനു വേണ്ടി കാത്തു നിൽക്കണോ? ആ സമയത്ത് യേശു കർത്താവ് ലൈവായിട്ട് അവരുടെ മുൻപിൽ ചില അത്ഭുതങ്ങൾ ചെയ്ത് കാണിക്കുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന പദം ഇങ്ങനെയാണ്: ആ നാഴികയിൽ കർത്താവ് പല കുരുടരെയും സൗഖ്യമാക്കി, പല അത്ഭുതങ്ങൾ കർത്താവ് ചെയ്തിട്ട് കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത ഇതൊക്കെ യോഹന്നാനെ ചെന്നറിയിപ്പൻ. അപ്പോൾ നമുക്ക് ഈ അധ്യായത്തിന് ഒരു തലക്കെട്ട് ഇങ്ങനെ കൊടുക്കാം: അത്ഭുതങ്ങളുടെ അധ്യായം. ഒത്തിരി അധികം അത്ഭുതങ്ങൾ ഒറ്റയൊരു നാഴികയിൽ യേശു കർത്താവ് ചെയ്തു. പ്രധാനമായിട്ട് മൂന്ന് ഭാഗങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട് ഈ അധ്യായത്തിൽ. ഒന്നാമത്തത്, ശതാധിപന്റെ ദാസൻ മരിപ്പാറായി കിടക്കുന്ന ഒരവസ്ഥ. മരണത്തോടെ ചേർന്ന് കിടക്കുന്ന 3 ഇൻസിഡൻസ് ഈ അധ്യായത്തിലുണ്ട്. രണ്ടാമത്തത്, മരിച്ചുപോയ ഒരു മകൻ, നയനിലെ വിധവയുടെ മകൻ. മൂന്നാമത്തത്, ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ, ഒരു പാപിയായ സ്ത്രീ, പാപത്തിൽ മരിച്ച സ്ത്രീ, അവൾക്ക് കർത്താവ് മോചനം നൽകുകയാണ്. അവളുടെ പാപങ്ങളെ യേശു കർത്താവ് ക്ഷമിക്കുകയാണ്. അപ്പോൾ 3 ഇൻസിഡൻസും മരണം എന്നൊരു വാക്കിനോട് ചേർന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രാരംഭ ഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ശതാധിപന്റെ ആ അനുഭവം നമുക്ക് വളരെ സുപരിചിതമാണ്. ആ വേദഭാഗം നമ്മൾ പല പ്രാവശ്യവും വായിക്കുകയും അതിൽ നിന്ന് ദൈവിക ചിന്തകൾ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന ചില ചിന്തകൾ യേശു കർത്താവിന്റെ വാക്കിന്റെ ശക്തിയെ രേഖപ്പെടുത്തുന്ന ഒരു ഇൻസിഡന്റ് ആണ്. ഞാൻ മുന്നമേ പറഞ്ഞതുപോലെ 3 ഇൻസിഡൻസും ഇവിടെ യേശു കർത്താവിന്റെ വാക്കിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നു. ശതാധിപന്റെ ദാസൻ കർത്താവിന്റെ ഒറ്റയൊരു വാക്കിനാൽ സൗഖ്യം പ്രാപിച്ചു. നമുക്കറിയാം, താൻ വലിയൊരു മനുഷ്യനാണ്. താൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെയാണ് യേശുവിന്റെ അടുക്കലേക്ക് അയച്ചിട്ട് കർത്താവിനെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നത്. അപ്പോൾ താൻ സാധാരണപ്പെട്ടൊരു വ്യക്തിയല്ല. മൂപ്പന്മാരെ അയച്ചിട്ട് കർത്താവിനെ തന്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഈ മൂപ്പന്മാർ വന്ന് യേശുവിനോട് ഇപ്രകാരമാണ് പറയുന്നത്: കർത്താവേ, നീ ഇത് ചെയ്തു കൊടുപ്പാൻ അവൻ യോഗ്യനാണ്. കാരണം അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്കൊരു പള്ളി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ 2 കാര്യമാണ് മൂപ്പന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയുന്നത്. ഇവരുടെ വാക്ക് കേട്ട് യേശു കർത്താവ് ഈ ഭവനത്തിലേക്ക് പോകുമ്പോൾ താൻ വീണ്ടും തന്റെ സ്നേഹിതന്മാരെ അയച്ചിട്ട് പറയുക: കർത്താവെ, പ്രയാസപ്പെടേണ്ട, കാരണം നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയം, യഹൂദന്മാരുടെ മൂപ്പന്മാർ യേശുവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്: കർത്താവെ, അവൻ യോഗ്യനാ, അവൻ ഇതൊക്കെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ താൻ സ്വയമായിട്ട് പറയുക: കർത്താവെ, ഞാൻ യോഗ്യനല്ല. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമ്മിൽ എത്ര പേർക്ക് പറയുവാൻ കഴിയും, പ്രൈസ് ദി ലോർഡ്, പാപത്തിന്റെ ആ അടിമത്തത്തിൽ നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്ത് വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നു. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പുകഴുവാനൊന്നുമില്ല, നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, നമുക്ക് യോഗ്യത എന്ന് പറയുവാൻ ഒന്നും തന്നെയില്ല. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. താൻ പറയുക: കർത്താവെ, ലോകത്തിന്റെ ദൃഷ്ടിയിൽ താൻ ഒരു യോഗ്യനാ, കർത്താവ് തന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ താൻ യോഗ്യനാ. പക്ഷേ താൻ പറയുക: കർത്താവെ, ഞാൻ യോഗ്യനല്ല, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ നീ ഒറ്റയൊരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം പ്രാപിക്കും. നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി ഒരു ചോദ്യം വരും: ഈ മനുഷ്യൻ തന്നെയല്ലേ യേശുവിനെ ക്ഷണിച്ചുകൊണ്ട് വ്യക്തികളെ കർത്താവിന്റെ അടുക്കിലേക്ക് അയച്ചത്? പക്ഷെ ആ മനുഷ്യൻ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പറയുക, തന്റെ വെളിപ്പാടിനൊരു മാറ്റം വരിക. താൻ പറയുക: കർത്താവെ, വേണ്ട, നീ പ്രയാസപ്പെടേണ്ട, കാരണം ഞാൻ യോഗ്യനല്ല, നീ എന്റെ ഭവനത്തിന്റെ അകത്ത് വരുവാൻ, നിന്റെ ഒറ്റ ഒരു വാക്ക് മതി എന്റെ ബാല്യക്കാരന് സൗഖ്യം വരുവാൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവത്തിന്റെ ജനമേ, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും, നീ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും, യേശുവിന്റെ ഒരു വാക്കിന് നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുവാൻ കഴിയും. യേശുവിന്റെ ഒരു വാക്കിന് നിന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് വീണ്ടും താഴോട്ട് വായിച്ചു വരുമ്പോൾ നയനിലെ വിധവയുടെ മകനെ കുറിച്ച് കാണുവാൻ കഴിയുന്നുണ്ട്. ആ ബാല്യക്കാരനും ഉയർത്തെഴുന്നേൽക്കുന്നതായിട്ട് യേശു കർത്താവ് തന്നെ തനിക്ക് ജീവൻ കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതും കർത്താവിൻ്റെ ഒറ്റയൊരു വാക്കാണ്. ബാല്യക്കാര എഴുന്നേൽക്കുക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ എഴുന്നേൽക്കുകയാണ്. പാപിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനെ പൂശി അവളുടെ മുടി കൊണ്ട് കർത്താവിൻ്റെ കാലൊക്കെ തുടയ്ക്കുമ്പോൾ പലരും പറയുന്നുണ്ട്, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഈ തന്നെ തൊടുന്ന സ്ത്രീ എങ്ങനെയുള്ളവളെന്ന് ഇവൻ അറിഞ്ഞേനെന്ന്. പക്ഷെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട് യേശു കർത്താവ് അവിടെ ചില ഉപമകൾ, ചില
എക്സാമ്പിൾസ് പറഞ്ഞ് ശിമോൻ പത്രോസിനോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കർത്താവ് പറയുക, വളരെ മോചിച്ചു കിട്ടിയവൻ, അധികം മോചിച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ എത്രയോ പാപങ്ങൾ കർത്താവ് നമുക്ക് മോചിച്ചു നൽകി. ആമേൻ, സ്തോത്രം. നമ്മെ ആ പാപത്തിന്റെ അടിമത്തിൽ നിന്ന് കർത്താവ് പുറത്ത് എടുത്തു. എത്രമാത്രം നാം കർത്താവിനെ സ്നേഹിക്കണം, നമുക്ക് കർത്താവിനോട് എത്രമാത്രം കടപ്പാടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ വാക്കിന് നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും എന്നൊരു പൂർണ്ണ ബോധ്യത്തോടെ ദൈവസിദ്ധാന്തത്തിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വശങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു ആൻഡ് ഗോഡ് ബ്ലെസ് യു ഓൾ.